ഏറ്റുമുട്ടുന്ന അറിവും വിവേകവും ഒരുപോലെ ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 പ്രസന്റിംഗ് YXO കേരള. YXO കേരളയുടെ വേദിയിൽ വളരെ രസകരമായിട്ടുള്ള മൊമെന്റ്സും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ടും ഒരു ഇൻഫർടൈൻമെൻറ്റ് പ്രോഗ്രാമായിട്ട്, ഒരു ഷോ ആയിട്ട് നമ്മുടെ YXO ഇങ്ങനെ മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് നല്ല റെസ്പോൺസസ് നമുക്ക് സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ പാരൻസിൻ്റെ ഇടയിൽ നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങളാണ് ഈ ഒരു വേദിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവരും അവിടെ കാത്തിരിക്കുക എന്നറിയാം. ഒട്ടും തന്നെ വൈകുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു പഴമയുടെ ജനറേഷനിൽ ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം തന്നെ കൈമുതലാക്കി ഞങ്ങളുടെ വേദിയിലേക്ക് എത്താൻ പോകുന്നു. The team O. അപ്പോൾ ദേ കണ്ടില്ലേ, മിടുക്കികളായിട്ടുള്ള 3 പേരെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സുന്ദരിമാർ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം. അതിനു മുമ്പ് ഇവരുമായിട്ട് ഇന്ന് കോമ്പീറ്റ് ചെയ്യാൻ എത്തുന്ന ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്കൊന്ന് വിളിക്കണ്ടേ, കാണണം. ഓക്കെ, അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്നു ദ ടീം Y. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം Y എത്തിക്കഴിഞ്ഞു. ഇന്ന് മൊത്തം ഫ്ലോറിൽ നീ ഒരാളെ ഉള്ളൂ ആണായിട്ട്, പുരുഷ കേസരിയായിട്ട്. എന്തു തോന്നുന്നു? ഫുള്ള് പെണ്ണുങ്ങളാണിന്ന്. അഭിമാനം തോന്നുന്നു. അഭിമാനം തോന്നുന്നു. ബാക്കി എല്ലാ സ്ത്രീകളുടെയും നടുക്കിങ്ങനെ ഒരാളായിട്ട് നിൽക്കാൻ. ഇതിൽ പെട്ടെന്ന് ഇപ്പം ഈ എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണ്, ഇതിൽ ഏത് ചേച്ചീനെ അല്ലെങ്കിൽ ഏത് പെൺകുട്ടീനെ ആദ്യം രക്ഷപ്പെടുത്തും? ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ആരെ രക്ഷപ്പെടുത്തും? നിനക്ക് ഇപ്പം ഇവിടെ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് ഓടണം. ഏറ്റവും ഇളയ കുട്ടീനെ കൊണ്ടു. അതെന്താണ് ഏറ്റവും ഇളയ കുട്ടി? കാരണം ബാക്കിയെല്ലാം ഇനി വിസ അടിച്ച് കിട്ടാറായി എന്നാണോ ഞങ്ങളെയൊക്കെ നീ കണ്ടിട്ട് തോന്നിയത്? പിന്നെ എന്താ നീ ഇളയ കുട്ടീനെ കൊണ്ട് ഓടുന്നു വിചാരിച്ചേ? ആ കുട്ടി ഇളയതായതുകൊണ്ട്. എടാ, പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് നമ്മളെപ്പോലെ സന്ധിവാദം അതിൻ്റെയൊക്കെ ആരംഭഘട്ടത്തിൽ നിൽക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്കാണ് ഓടാൻ വിഷമമുള്ളത്. അപ്പം എൻ്റെ ഈ ചേച്ചിമാരുടെ ആരുടെങ്കിലും കൈ പിടിച്ചോണ്ടല്ലേ ഓടേണ്ടത്. ഇളയ കുട്ടി നിന്നോടൊപ്പം പറന്നോടുമല്ലോ. എന്നാലും നീ എന്തുകൊണ്ടാണ് അവളെ തന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് തോന്നിയത്? അത് ഈ കൂട്ടത്തിലെ ഏറ്റവും ഇളയ കുട്ടി ആയതുകൊണ്ട്. ഇളയതായത് കൊണ്ട്, ഞങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ട് മുറ്റിയത് കൊണ്ടും അവന് ഞങ്ങളെ ആരെയും വേണ്ട, ഇളയ കുട്ടീനെ കൊണ്ട് അവൻ രക്ഷപ്പെടും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു അത്യാഹിതം ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ മോനെ, നിന്റെ പേരിൽ നിന്ന് എന്നെ തുടങ്ങാം. എന്താണ് നിന്റെ പേര്? എൻ്റെ പേര് അനന്തകൃഷ്ണൻ AU. ഞാൻ GUPS ആലന്തറയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സ്ഥലം വെഞ്ഞാറമൂട്. ഫേമസ് ആയ ഒരാളുണ്ടല്ലോ, സുരാജ് വെഞ്ഞാറമൂട്. സുരാജ് വെഞ്ഞാറമൂടിനെ കണ്ടിട്ടുണ്ടോ? ഓ, കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് സുരാജ് ഏട്ടൻ? നേരിട്ട് കാണാൻ എങ്ങനെയുണ്ട്? സിനിമയിലാണോ നേരിട്ട് കാണാനാണോ സുരാജ് ഏട്ടൻ നല്ലത്? നേരിട്ട് കാണാനാണ്. ഈ AU എന്താണ്? അനന്തകൃഷ്ണൻ AU. അഞ്ജു ഉണ്ണികൃഷ്ണൻ. ഈ അഞ്ജു ഉണ്ണികൃഷ്ണൻ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. എന്തൊക്കെയാ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ ചേട്ടനും അഞ്ജുവും? എൻ്റെ അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ പ്ലാനറാണ്. കൺസ്ട്രക്ഷൻ ആണ്. മമ്മിയോ? മമ്മി ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഒരു കുഞ്ഞനുജനുണ്ട്. അനുജന്റെ പേര് അഭിനവ് കൃഷ്ണൻ. അനന്തകൃഷ്ണൻ അഭിനവ്. ഇതിൽ ഏത് പേര് കൊള്ളാമെന്ന് മോനൊന്ന് തോന്നി? എൻ്റെ അനിയന്റെ പേരാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എന്നാലും നിനക്ക് പേര് മാറ്റാനായിട്ട് ഒരു അവസരം കിട്ടി. കാരണം നമുക്ക് ഗസറ്റ് കൊടുത്ത് പേരൊക്കെ മാറ്റാം. അങ്ങനെയാണെങ്കിൽ നീ നിനക്കായിട്ട് ഇടാൻ പോകുന്ന ഒരു പേരെന്തായിരിക്കും? ഒരു കുഞ്ഞു പേരാണ്. എന്താണെന്നാലും മനസ്സിലുള്ളത്? അപ്പു. അച്ചടാ, അപ്പു അഭിനവ്. അപ്പു ഫ്രഷ് ആണ്. പഠിച്ച് വളർന്ന് ആരാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? വലുതാവുമ്പോ എനിക്ക് ഡോക്ടർ ആവാനാണ്. എന്തിന്റെ ഡോക്ടർ? അങ്ങനെ വല്ലതും ഉണ്ടോ? അനാട്ടമി. ഈ ചെറിയ വായിൽ നിന്ന് ഇതുവരെ കേൾക്കാത്തൊരു വേർഡ് ഞാൻ വന്നു. അനാട്ടമി എന്ന് പറഞ്ഞ എന്താ അറിയോ നിനക്ക്? എന്താണ് അനാട്ടമി? ഡെഡ് ബോഡീസ് വെച്ച് പഠിക്കുന്നത്. സർജറി. ഇത് അതാണ് എനിക്ക് സീരിയസ്ലി ഞാനൊക്കെ അനാട്ടമിന്ന് മനസ്സിലാക്കി വരുന്ന തന്നെ ഒരു 11ാം ക്ലാസ്സിലൊക്കെ ആയി കാണും. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും വലിയ വിവരം? അല്ല, എൻ്റെ അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അച്ഛനാണോ പറഞ്ഞു തരുന്നേ? നീ അനാട്ടമി റിലേറ്റഡ് ആയിട്ടുള്ള വല്ല മലയാള സിനിമകളോ ഇംഗ്ലീഷ് സിനിമകളോ ഒക്കെ കണ്ടിട്ടുണ്ടോ? അധികമായിട്ട് കണ്ടിട്ടില്ല. എന്നാലും നിനക്ക് ഈ ഡെഡ് ബോഡി ഒക്കെ കാണുമ്പോഴത്തേക്കും അറപ്പും വെറുപ്പും ഒന്നുമില്ല? അധികമായിട്ടില്ല. അതല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ മരിച്ചുപോയ ഒരു ശരീരത്തിലാണല്ലോ ഈ അനാട്ടമി പഠിക്കുന്നത്. അപ്പം നിനക്ക് ഈ പറഞ്ഞ പോലെ അത് എനിക്കത് മനസ്സിലായില്ല. ഈ ഡെഡ് ബോഡിയിൽ ഇതെങ്ങനെയാണ് പഠിക്കുന്നത്, എന്താ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അത് പഠിക്കണം എന്ന് തോന്നിയത്? ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പുറത്തൊന്നും നിനക്കൊന്നും ചെയ്യണ്ട. മരിച്ചവരുമായിട്ടാണ് നീ ഗെയിം ഫിക്സ് ചെയ്യാൻ പോകുന്നത്.
വൈ മരിച്ച ആൾക്കാരുടെ ബോഡീസ്? അത് എൻ്റെ ഒരു പാഷൻ. ഡെഡ് ബോഡിയോടുള്ള പാഷനോ? ഈശ്വര, പല രീതിയിലുള്ള പാഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കുഞ്ഞു വെച്ച് വന്നിട്ട് ഡെഡ് ബോഡിയോടുള്ള പാഷൻ എന്ന് ഞാൻ കേൾക്കുന്നത്. എന്താ നിനക്ക് ഏത് വയസ്സ് തൊട്ട് തുടങ്ങി മോനെ നിനക്ക് ഈ ഡെഡ് ബോഡിയോടുള്ള പാഷൻ? എനിക്ക് 6-ാമത്തെ വയസ്സ് തൊട്ട്. ഈശ്വര, ഒരു അട്ട ചത്ത് കിടക്കുന്ന കണ്ടാൽ പോലും ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ കിടന്നിട്ട് ഓടുമായിരുന്നു. അപ്പോഴാണ് അപ്പോൾ ഈ മനുഷ്യ ശരീരങ്ങൾ വെട്ടിക്കീറാൻ പോവാന്ന്. ചോരയൊന്നും കണ്ടാൽ നിനക്ക് കൈ വിറക്കിയൊന്നുമില്ല? നിനക്ക് ഡോൺ ആവണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അതോ ലോകത്തിൽ പോവാ അങ്ങനെ വല്ല മനസ്സിൽ തോന്നി തുടങ്ങുന്നുണ്ടോ? എനിക്ക് താല്പര്യമില്ല അതിനോട്. എനിക്ക് അതിനോട് അധികമായിട്ട് താല്പര്യമില്ല. അതിനോടായിട്ട് താല്പര്യമില്ല. ഈ ഡെഡ് ബോഡീസ് ഒക്കെ വെട്ടിപ്പൊളിക്കുക, അതിനകത്തുള്ളത് നോക്കുക, അതാണ്. അമ്മേ, അയ്യോ, ഞാൻ നിന്നിൽ നിന്ന് ആ ആൻസർ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ പീഡിയാട്രിക്കോ വല്ല അങ്ങനെ വല്ല ഞാൻ പ്രതീക്ഷിച്ചത്. സ്കിന്നോ അയ്യോ അനാട്ടമി ഡോക്ടർ ആവണം എന്നാണ്. ഓക്കെ, എന്തായാലും നോക്കാം. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മോളുടെ പേര് എന്താണ്, എന്തൊക്കെ ആകണം എന്നൊക്കെ പറഞ്ഞോ. എൻ്റെ പേര് അവന്തിക. ഞാൻ ഗവൺമെൻറ് UPS ആലന്തറ സ്കൂളിലെ ഒരു 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട് മുക്കുന്നൂർ, വെഞ്ഞാറമൂട് മുക്കുന്നൂർ. വെഞ്ഞാറമൂടാണ്. ഓക്കെ ഓക്കെ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയൻ. ചേച്ചി അനിയൻ നടുക്കത്തെ ആളാണ്. ഈ നടുക്കത്തെ ആളായല്ല, എൻ്റെ അപ്പച്ചിയുടെ മോളാണ്. അപ്പച്ചിയുടെ മോളാണ്. ഓക്കെ, അങ്ങനെയാണ്. എന്നിട്ട് വലുതാവുമ്പോൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്നു? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്ടങ്ങൾ വേറെ വല്ല എന്താണ്? എനിക്ക് ഇഷ്ടമാണ് ഷെഫ് ആകാനായിട്ട്. കുക്കിംഗ് ഇഷ്ടമാണ്. കുക്ക് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ? എന്താണ് കുക്ക് ചെയ്തത്? ന്യൂഡിൽസ് കുക്ക് ചെയ്തു. വെരി ഗുഡ്. പിന്നെ വേറെ എന്തെങ്കിലും? അമ്മേനെ സഹായിക്കും. അമ്മേനെ സഹായിക്കും. അടിപൊളി അടിപൊളി. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇളയ കുട്ടിയായതുകൊണ്ട് നിന്നെ പിടിച്ചോണ്ട് ഓടിയാൽ രക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. അതിനോട് എന്താണ് പറയാനുള്ളത് അനന്തകൃഷ്ണനോട്? പ്രത്യേകിച്ചൊന്നും പറയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ഇളയ കുട്ടിയായിട്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ അവന് ഒന്നാമത് അനിയത്തിമാരോട് ഒരു ചെറിയ ഇഷ്ടക്കൂടുതലും ഉണ്ട്. ഓക്കെ, മോളുടെ പേര്? എൻ്റെ പേര് നിവേദ്യ തീർത്ഥാഡിയസ്. ഞാൻ ഗവൺമെൻറ് UPS ആലന്തരയിലാണ് പഠിക്കുന്നത്. ഞാൻ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് വാമനപുരത്താണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ അമ്മുമ്മയും ഉണ്ട്. അമ്മുമ്മയുണ്ട്. അമ്മുമ്മ കഥകൾ പറഞ്ഞു തരുന്ന അമ്മുമ്മയാണോ? അമ്മയുടെ അമ്മ കഥകളൊക്കെ പറഞ്ഞു തരും, പക്ഷേ അച്ഛൻ്റെ അമ്മയാണ് വീട്ടിലുള്ളത്. എന്താണ് വലുതാവുമ്പോൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് ടീച്ചർ ആവാനാണ്. ടീച്ചർ ആവണം എന്നാണ് ആഗ്രഹം. പെൺകുട്ടികളുടെ ഒരു, എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു കാലം തൊട്ട് തന്നെ, നിങ്ങളുടെയൊക്കെ ഒരു കാലം തൊട്ട് പെൺകുട്ടിയാണെങ്കിൽ ഒരു ടീച്ചർ ആവണം അല്ലേ? MEd BEd ഒക്കെ എടുത്ത് ഏത് വിഷയം കൈകാര്യം ചെയ്യുന്ന, ഏത് ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ? 4-ൽ മാത്സ് ഒക്കെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. മാത്സ് ഒക്കെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടികളെയാണോ വലിയ പിള്ളേരെയാണോ? മീഡിയം പരുവം. തീരെ താഴെയും വേണ്ട, തീരെ മുറ്റും വേണ്ട. ഓക്കെ, മീഡിയം പരുവത്തിലുള്ള പിള്ളേരെ പഠിപ്പിക്കാനാണ് അവൾക്ക് ഇഷ്ടം. ഇനി ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വന്നൊരു ചേച്ചി, ഇത് ഭയങ്കര സംശയം ഉണ്ടാവുന്ന, എന്നാൽ അവൻ്റെ ഭാവനയിൽ സൗന്ദര്യത്തിൻ്റെ ഒരു ഇന്ന് ഒരുങ്ങി വന്നതിൽ അവന് നന്നായിട്ട് തോന്നുന്നൊരു ചേച്ചി. അതെ, 3 പേരും കൊള്ളാം, എന്നാലും ഒരു അല്പം ഒന്ന് ഇന്ന് തിളങ്ങി നിൽക്കുന്നുണ്ട് കളർ കൊണ്ടിട്ടെന്ന് തോന്നുന്ന ആരാണ്? മാലയിൽ അവൻ വീണു, കണ്ണവൻ മാലയിൽ അങ്ങ് ഉടക്കി അവൻ്റെ. ഈ ചേച്ചിയാണ് ഇച്ചിരി കാര്യമായിട്ട് ഇന്ന് കളർ കൊണ്ട്, ഇന്നത്തെ കളർ ഉണ്ടല്ലോ, അത് ബാക്കിയൊന്നും കൊണ്ടല്ല, അവൻ്റെ ഒരു പെർസെപ്ഷനിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ ആൻറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആൻറ്റി പേരും കാര്യങ്ങളൊക്കെ? രാധാബായി. ഞാൻ കുറച്ച് നാൾ പ്രൈവറ്റ് സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ വർക്ക് വേണ്ടെന്ന് വെച്ച് വീട്ടിലിരുന്നു, വീട്ടമ്മയായി. അതെന്തുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്? ഹസ്ബൻഡിന് ജോലിക്ക് പോകുന്നത് ഇഷ്ടമില്ലായിരുന്നു. ഹസ്ബൻഡിന് ജോലിക്ക് പണ്ടത്തെ കാലത്തല്ലേ, 1972 എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ കാലത്താണ്. ആണ്. ഒയ്യോടാ. ചേച്ചിക്ക് വിഷമം തോന്നിയോ? ഇനി വിഷമം തോന്നി. ചേട്ടനുമായിട്ട് ഫൈറ്റ് ചെയ്തില്ല? ഇല്ല. ചേച്ചി ചേട്ടൻ്റെ അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അവർക്കുള്ള ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം, നോക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. എനിക്ക് 3 ആമക്കളാണ്. ഈ 3 ആമക്കൾ എങ്ങനെയുണ്ട് ചേച്ചി മെരുക്കി എടുക്കാൻ? നല്ല കുട്ടികളാണ്. എൻ്റെ കുട്ടികൾ എന്നെ വലിയ പ്രയാസപ്പെടുത്തിയിട്ടില്ല. മൂത്ത മകൻ സെക്രട്ടേറിയറ്റിലാണ്, സെക്ഷൻ ഓഫീസറാണ്. 72-ലാണ് കല്യാണം കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ അന്ന് എന്തൊരു സുന്ദരിയായിരിക്കണം. എനിക്ക് തോന്നുന്നു സൗന്ദര്യം കുറച്ച് കൂടിയോട്ട് ചേട്ടൻ വിടാത്തതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ലെ, അതല്ലേ എന്റെ സത്യം? ആണെന്ന് തോന്നുന്നു. അത് തന്നെയാ സത്യം. ഈ ചേട്ടൻ എന്തായിരുന്നു അപ്പൊ ചെയ്തോണ്ടിരുന്നേ? ചേട്ടൻ KSRTC ചാർജ്മാനായിരുന്നു. KSRTCയിലായിരുന്നു. ഓക്കെ, ഇപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇപ്പൊ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ മക്കൾ 3 അടുത്ത് വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അടുത്തുണ്ട്. 3 പേര്. 3-ൽ ഒരാൾ ലണ്ടനിലാണ്. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും. അങ്ങോട്ട് ലണ്ടനിൽ പോകും. ലണ്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? എൻ്റെ ഇഷ്ടം അടുത്ത വൃത്തിയും വെടിപ്പും കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. റോഡിലൊക്കെ നല്ലോണം നടക്കാം, നേരെ നടക്കാം, വേസ്റ്റ് ഒന്നും ഇടത്തില്ല. കേരളത്തിൽ എന്നാലും ജീവിക്കണം അല്ലെങ്കിൽ ലണ്ടനിൽ ജീവിക്കണം എന്ന് തോന്നിയാൽ ഏത് ചൂസ് ചെയ്യും? കേരളത്തിൽ ജീവിക്കണം വെച്ചാൽ നമ്മൾ അങ്ങനെ ജീവിച്ച് പഠിച്ചു പോയി, ശീലിച്ചു പോയി.
പക്ഷെ അവിടെ ചെല്ലുമ്പോൾ തണുപ്പ് കൂടുതലാണ്. നമ്മളെപ്പോഴും കോട്ടിട്ടുകൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലെല്ലാം എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നി. എല്ലാ കാര്യങ്ങളും ലണ്ടൻ നല്ലതായിട്ട് തോന്നി. ഓക്കെ, അടിപൊളി. ഇനി ചേച്ചിയിലേക്ക് വരുമ്പോൾ എൻ്റെ പേര് തങ്കമണി. തങ്കമണി, ഓക്കെ. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെക്ഷൻ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഓക്കെ. എൻ്റെ ഹസ്ബൻഡ് കെ ശശിധരൻ, പുള്ളി സെക്രട്ടേറിയറ്റിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു, ഫൈനാൻസിൽ നിന്ന്. ഓക്കെ. വീട്ടിൽ 2 മക്കളാണ് എനിക്കുള്ളത്. മൂത്ത മോൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മോള് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു? അവർക്ക് 2 പേർക്കും ഓരോ കുട്ടികളുണ്ട്. ഓക്കെ. അപ്പൊ അമ്മൂമ്മയായിട്ടിരിക്കുകയാണ്. അമ്മൂമ്മയുടെ കൂടാണ് എന്തെങ്കിലും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. എല്ലാവരും ഗ്രൂപ്പിലുള്ളതാണ്. ഓ, തിരുവാതിര ഗ്രൂപ്പിലുള്ളതാണ്. അതെ അതെ. ഓക്കെ, അടിപൊളി അടിപൊളി. ഇനി ചേച്ചിയിലേക്ക് വരുമ്പോ എൻ്റെ പേര് ശൈലജ. ഞാൻ ബാങ്ക് മാനേജറായിട്ട് റിട്ടയർഡ് ചെയ്തു. ഏത് ബാങ്ക് ആയിരുന്നു ചേച്ചി? ഞാൻ മുത്തൂറ്റ് ബാങ്കിലുണ്ടായിരുന്നു. കാരണം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആഫ്റ്റർ മാരേജ് ഫിലാഡൽഫിയയിലായിരുന്നു കുറേ വർഷം. അമ്മയ്ക്ക് ഞാനൊരു മോളേ ഉള്ളൂ, ബാക്കി 6 പേര് സഹോദരങ്ങളാണ്. പിന്നെ ഇവിടെ അമ്മയെ നോക്കാൻ വേണ്ടി വന്നു. അമ്മ ഇപ്പം മരിച്ചു. ഇപ്പം ഒരു മോൻ അവിടെ സ്റ്റേറ്റിലെ പ്രസിഡൻഷ്യൽ കോർട്ടിലെ അഡ്വക്കേറ്റ് ആണ് പുള്ളിക്കാരൻ. സ്റ്റേറ്റ്സിലാണ്, ഫിലാഡൽഫിയയിലാണ്. ഓക്കെ. കാലിഫോർണിയയിൽ ഇപ്പം മോന് LLB പഠിക്കുക. കാലിഫോർണിയയിൽ. ഓക്കെ. അപ്പോൾ ഫിലാഡൽഫിയ ആണോ ഇവിടെയാണോ ഇഷ്ടം? ഇപ്പം രാധാബായി പറഞ്ഞതുപോലെ വൃത്തിയും വെടുപ്പും ഒക്കെ. പക്ഷേ കേരളത്തിൽ വന്നാലേ നമ്മുടെ മനസ്സിനൊരു സന്തോഷം വരത്തുള്ളൂ. നമ്മുടെ ആണെന്ന് അവിടെ ജീവിക്കുന്ന ഒരു മെക്കാനിക്കൽ ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇന്ന് മത്സരിക്കാൻ പോകുന്നത്. അതിന്റെ എന്തെങ്കിലും ഒരു ടെൻഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇല്ല, എല്ലാം മിടുക്കരാണ്. എന്നാലും നമുക്ക് മാക്സിമം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും അല്ലേ? വിട്ടുകൊടുക്കില്ല ചേച്ചി. ഞങ്ങൾക്ക് ഒരു തിരുവാതിര ഗ്രൂപ്പുണ്ട്, ശ്രീ പത്മനാഭ ഡാൻസ് സെന്റർ ഫോർ സീനിയർ ലേഡീസ്. വെരി നൈസ്. പിന്നെ ഞാനും തങ്കമണിയും ഏഷ്യാനെറ്റിൽ നസീറും ഷീലാമ്മയായിട്ട് കളിച്ചപ്പോഴത്തേക്ക് ഞാനുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓർക്കുന്നു. ഓ, മനസ്സിലായി. ഞങ്ങൾ കോമഡി സ്റ്റാർസ് ചെയ്തിട്ടുണ്ട്. ഓ, ഇപ്പൊ മനസ്സിലായി. എനിക്കൊന്ന് അന്ന് കുറച്ച് മേക്കപ്പ് ഡിലായിരുന്നു ഞാൻ കണ്ടത്. മേക്കപ്പ് ആയിട്ടാണ് കണ്ടത്. നസീർ സാറ് ഷീലാമ്മയായിട്ട് 2 പേരും ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി കറക്റ്റ്. ഞാനിപ്പോ ഓർക്കുന്നു കേട്ടോ. അതാണ് ഞാൻ കണ്ട നല്ല പരിചയം എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായി കാണുമല്ലോ. വഴക്കമുണ്ട് ഞങ്ങൾക്കൊക്കെ. ഓക്കെ. അപ്പൊ ആദ്യത്തെ റൗണ്ടിലേക്ക് നമുക്ക് കടന്നാലോ? ആദ്യത്തെ റൗണ്ട് GK റൗണ്ട്. പ്രേക്ഷകർക്കും YXO കേരള എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഇതാ ഒരു സുവർണാവസരം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിനുള്ള ശരി ഉത്തരം ഇപ്പോൾ തന്നെ YXO കേരള എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്യൂ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ. സോ കീപ് ഓൺ മെസ്സേജിങ് ആസ് ഞങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങളുടെ YXO കേരള എന്ന ഇൻസ്റ്റാ പേജിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ GK റൗണ്ടിലേക്ക് കടക്കുന്നു. 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിൽ ആദ്യം വായിക്കും, മലയാളത്തിലും പറയും. മലയാളം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഫ്രണ്ട് ഇരിക്കുന്ന ബസർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ അയോഗ്യരാക്കി വിടും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ പ്രസ് ചെയ്യുക. ഓരോ ശരി ഉത്തരവും ക്യാരി ചെയ്യുന്നത് 2 പോയിന്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെഡി? ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? ദി വൈറ്റ് ടീം കറക്റ്റായിട്ട് ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. 35 ഇയേഴ്സ്. ശരി ഉത്തരം. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്നറിയോ? ദ്രൗപദി മുർമു. വെരി കറക്റ്റ്. ഓക്കെ, നമുക്ക് സ്ത്രീകൾക്കൊരു അഭിമാനം. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നിക് നെയിം ഓഫ് PT ഉഷ? PT ഉഷയുടെ വിളിപ്പേര് എന്താണ്? വൈറ്റ് ടീമാണ്. എന്താണ്? പയ്യോളി എക്സ്പ്രസ്. ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, അവർ 2 ചോദ്യം കൃത്യമായിട്ട് നൽകിക്കൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ ഈ പ്രായത്തിൽ പോലും പിള്ളേരെ വെല്ലുന്ന പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നവരാണ് ഈ 3 പേരും. തിരുവാതിര ഗ്രൂപ്പൊക്കെ ഉണ്ട്, അല്ലാതെ നസീർ ഷീലാമയൊക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ വിട്ടുകൊടുക്കുന്നില്ല നമ്മൾ. റെഡി? ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് മിനറൽ ഈസ് എ ഡയമണ്ട് മെയ്ഡ് ഓഫ്? വജ്രം ഏത് ധാതു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ദി വൈറ്റ് ടീം അഗൈൻ. ഏതാണ് ആ മിനറൽ? കാർബൺ. ശരി ഉത്തരം. കാർബണിൽ നിന്നാണ് പോളിഷ് ചെയ്തല്ലേ ഡയമണ്ട് എടുക്കുന്നത്. സ്വർണ്ണമാണോ വജ്രമാണോ ഇഷ്ടം ഇടാനായിട്ടൊക്കെ? സ്വർണം. അതെന്തുകൊണ്ടാ?
വജ്രം എപ്പോഴും ഇടാൻ പറ്റില്ല, സ്വർണ്ണമാകുമ്പോൾ എപ്പോഴും അങ്ങ് ഇടാൻ. എപ്പോ ഇട്ടുകൊണ്ട് നടക്കാം. സ്വർണ്ണമാണ് ഇഷ്ടം. ചേച്ചിക്കോ? വജ്രം ഓർ സ്വർണം? എനിക്ക് സ്വർണ്ണമാണ് ഇഷ്ടം. സ്വർണ്ണമാണ് ഇഷ്ടം. വില കൂടിയത് മേടിക്കാൻ താല്പര്യമില്ല. വില കൂടിയത് മേടിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ സ്വർണ്ണത്തിന് ചെറിയ വില ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. വലിയ പ്രശ്നമില്ല. ഇങ്ങോട്ടാ ചേച്ചിയിലേക്ക് വരുമ്പോൾ വജ്രം ഓർ സ്വർണം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷെ പേടി കാരണം ഇഷ്ടമല്ല. കള്ളന്മാരുടെ ഇമോഷണം അതൊക്കെ കാരണം ഇഷ്ടമല്ല. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മൂന്നും അവർ കൊണ്ടുപോയി പിടിച്ചോണ്ട് നിന്നോണം. മലയാളം കഴിഞ്ഞ് ഓട്ടം പ്രസ് ചെയ്തോണം, പിന്നെ നമുക്ക് ആലോചിക്കാം. ഓക്കെ, നാലാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഇൻവെന്റഡ് ഫയർ വർക്ക്സ്? പടക്കങ്ങൾ കണ്ടുപിടിച്ച രാജ്യം. ഓ ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഉത്തരം ചൈന. ചൈന, ശരി ഉത്തരം. ഇവിടെ ലണ്ടനിൽ പോയെന്ന് പറഞ്ഞു, ഫിലാഡൽഫിയ പോയെന്ന് പറഞ്ഞു. ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രി? ദുബായിലൊന്ന് പോകണം. ദുബായിലൊന്ന് പോകണം. പോയിട്ടില്ല, അപ്പൊ ഒന്ന് പോകണമെന്നുണ്ട്. ചേച്ചിക്ക് എവിടെയെങ്കിലും? എനിക്ക് ദുബായിൽ. എല്ലാരും ദുബായിയാണ്. എന്താണ് ദുബായ്? അവിടാണ് കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങൾ കാണാനെന്നുള്ള ഒരു വിചാരം. കാണാനുള്ളത് ദുബായിലാണ്. ചേച്ചിക്കോ? ഫിലാഡൽഫിയയിലായിരുന്നപ്പോൾ മിക്കവാറും എല്ലാ കൺട്രീസിലും ഒക്കെ പോയിട്ടുണ്ട്. പോയി. കണ്ടതിൽ ഏറ്റവും ഭംഗി തോന്നിയ ഒരു കൺട്രി? എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് മലേഷ്യ. മലേഷ്യ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. സൂപ്പർ സൂപ്പർ. ഇനി മുകളിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ? സ്വിറ്റ്സർലാൻഡിൽ പോകാൻ. സ്വിറ്റ്സർലാൻഡ്. പെൺകുട്ടികളെല്ലാം സ്വിറ്റ്സർലാൻഡ്. അച്ചോടാ, എന്തുകൊണ്ട് സ്വിറ്റ്സർലാൻഡ്? കാരണമൊന്നുമില്ല, എനിക്ക് എന്താ ഇഷ്ടമാണ്. എന്തോ ഇഷ്ടമാണ്, അറിയില്ല. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ? കൊറിയ. ദേ കിടക്കുന്നു വീണ്ടും കൊറിയ. വരുന്ന എല്ലാവർക്കും കൊറിയയിലോട്ട് പോയാൽ മതി. എന്തുകൊണ്ടാണ് കൊറിയ എന്നൊന്ന് പറഞ്ഞേ. കൊറിയ മാത്രമല്ല, കാനഡയൊക്കെ ഇഷ്ടമാണ്. കാനഡ. പക്ഷെ കൊറിയ എന്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു? ബ്ലാക്ക് പിങ്ക് ഐഡൽ. BTS. ആരാണ് BTS? BTS അല്ല. എന്ത് പിന്നെ വേറെ എന്തായിരുന്നു? ബ്ലാക്ക് പിങ്ക്. അതെന്തോ? അത് പുതിയൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതെന്തോ അവസാനം മോളെ? പുതിയ BTS പോലെ തന്നെ ഗേൾസിൻ്റെത്. ഓ, പുതിയ BTS. ഞാൻ BTS വരെ എത്തിയതേ ഉള്ളൂ. ഇപ്പോഴാണ് ഒന്ന് BTS വരെ ഞാൻ എത്തിയത്. ഓക്കെ, അതുകൊണ്ടാണ്. എന്നാലും കൊറിയ, കാനഡയുണ്ട്. നിനക്ക് എവിടെ പോകണമെന്നാണ് ആഗ്രഹം വെഞ്ഞാറമൂട് വിട്ടാൽ? എനിക്ക് ഫ്രാൻസ്. എന്തുകൊണ്ട് നീ ഫ്രാൻസ് എടുത്തു? എനിക്ക് ഫ്രാൻസ് ഒത്തിരി കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ്. അവിടെ ഐഫിൽ ടവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐഫിൽ ടവർ കാണണം. പിന്നെ അവിടുത്തെ ഫുഡ് അതെനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് ഫുഡാണ് നീ ഫ്രാൻസിൽ നിന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. ഇതൊന്നും ധാരണയില്ല. അവിടെ ചെന്ന് അവിടുത്തെ ഏതെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് വാരി വലിച്ച് കഴിക്കാം. ഓക്കെ, അവിടുത്തെ നല്ല ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടും. ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതല്ല, നിനക്കിപ്പം വേറൊരു രാജ്യത്താണ് നീ പോയി സെറ്റിൽ ആവാൻ പോകുന്നത്. അതായത് കല്യാണമൊക്കെ കഴിച്ച്. കല്യാണത്തെ പറ്റി വല്ല അഭിപ്രായം ഇപ്പം മനസ്സിലുണ്ടോ? കാരണം അനാട്ടമി വരെ നമ്മൾ എത്തി. അതിൽ വരെ മോന് കൃത്യമായിട്ടുള്ള പെർസെപ്ഷൻ ഉണ്ട്. കല്യാണത്തെ പറ്റിയുള്ള മോൻ്റെ ദീർഘവീക്ഷണം? കല്യാണത്തെ പറ്റി എനിക്കിപ്പോൾ ഒന്നുമില്ല. എനിക്കിപ്പോൾ ആഗ്രഹമില്ല. ഇനി എപ്പോഴാണ്? ഇനി എത്ര വർഷം എടുക്കും മിക്കവാറും കല്യാണം കഴിക്കാനായിട്ട്? ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂ. കല്യാണം കഴിക്കുകയാണെങ്കിൽ ജോലി കിട്ടിയിട്ടേ നമ്മളുള്ളൂ. എന്ത് തരം പെൺകുട്ടീനെയാണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് കല്യാണം കഴിക്കാൻ? ജോലിയുള്ള ഒരു കുട്ടി. എന്നാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ടാണ്. നീ ജോലി ഇല്ല ആ കുട്ടിക്ക്, പക്ഷെ നിനക്ക് ആ കുട്ടീനെ ഇഷ്ടമായി. എന്ത് ചെയ്യും നീ? ജോലി ഇല്ല പക്ഷെ പെണ്ണിന്. നല്ല ചോദ്യം. അവൻ ആലോചിച്ചിട്ടില്ല, അതുവരെ എത്തിയിട്ടില്ല. അവന് പെണ്ണിനെ ഇഷ്ടമായി, പക്ഷെ ജോലിയില്ല പെണ്ണിന്. ഫ്രാൻസൊക്കെ നല്ല ചെലവുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? വേറെ നോക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനൊന്നും ഒരു വിലയും ഇല്ലേ? ജോലിയിലാണോ കാര്യം? അപ്പം നിനക്ക് ജോലി പൈസയൊക്കെയാണോ നിന്റെ ഇത്? സ്നേഹത്തിന് വിലയില്ല? സ്നേഹത്തിന് വിലയുണ്ട്. ആ കുട്ടി നിന്നെ കെട്ടുള്ളൂ പറഞ്ഞ് നിൽക്കുക. നീ എന്ത് ചെയ്യും? ചേട്ടനെ മതി എനിക്ക്, അനന്തൂനെ മതി എനിക്കെന്ന് പറയാ. കല്യാണം എങ്കിൽ എന്തെങ്കിലും ആവട്ടെ, കെട്ടി തലയിലെടുക്കാം. അതാണ്. ഓക്കെ, എന്നാലും ഫ്രാൻസ് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന വേറൊരു കൺട്രി? ജപ്പാനാണ് അവൻ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നീ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ ജപ്പാൻ തിരഞ്ഞെടുത്തു? ജപ്പാൻ അത്യാവശ്യം നല്ല വൃത്തിയുള്ള രാജ്യമാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ച് നമുക്ക് ജപ്പാനിൽ പോവാം. പിന്നെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ട്. നീ വെറൈറ്റി ഫുഡിൽ എന്നെ നിൽക്കാതെ, അതെല്ലായിടത്തും നമുക്ക് കിട്ടില്ലേ? എന്നാലും മറ്റൊരു രാജ്യത്ത് പോയി കഴിക്കുന്ന വേറൊരു ഫീല് കിട്ടില്ല. നമുക്കിപ്പോൾ ചേരെ തിന്നുന്ന നാട്ടിലോട്ട് അങ്ങ് പോവാം. ജപ്പാനാണ് അവൻ കുട്ടി കല്യാണം കഴിച്ചു പോകാൻ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്. അപ്പം വളരെ കൃത്യമായ ആൻസേഴ്സ് ഉള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ അനന്തു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? ദ വൈറ്റ് ടീമാണ്. ബാരോമീറ്റർ. ശരി ഉത്തരം. ഇനി അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വാട്ട് ഇസ് ദ കളർ ഓഫ് അശോക ചക്ര ഇൻ നാഷണൽ ഫ്ലാഗ്? ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിൽ അശോക ചക്രത്തിന്റെ നിറം ഏതാണ്?
The white team again. നേവി ബ്ലൂ. Navy blue, correct answer. Who was known as Kerala Gandhi? Kerala Gandhi എന്നറിയപ്പെടുന്നത് ആരാണ്? O ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഉത്തരം കേളപ്പൻ. 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 ശരി ഉത്തരം. 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. Who was the 16th president of USA who abolished slavery? അടിമത്തം നിർത്തലാക്കിയ USA-യുടെ 16ാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? The white ടീമാണ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ. ശരി ഉത്തരം. ഇനി അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മലയാളം കൂടി ഞാൻ വായിക്കാം. Who was the Governor General of India responsible for introducing the country's postal system? രാജ്യത്തെ തപാൽ സംവിധാനം അവതരിപ്പിക്കുന്നതിന് ഉത്തരവാദിയായ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നു നമ്മുടെ ടീം ഓയ്ക്ക്. ഉത്തരം ഡൽഹൌസി പ്രഭു. ശരി ഉത്തരം. 10ാമത്തേത് ഒരു ഇമേജ് ചോദ്യമാണ്. ഇമേജ് തെളിയും. ഈ ഇമേജിലെ 3 പോയിന്റ്സ് എന്തിനെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? എന്തൊക്കെ പോയിന്റ്സിനെയാണ് ഇത് 3ഉം റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇമേജ് കണ്ടാലോ? റെഡി? ഓക്കെ, കാണാലോ? എല്ലാവർക്കും കാണാലോ? ഓൺ ദ കൗണ്ട് ഡൗൺ ഫോർ 3, 2, 1. ഞങ്ങളുടെ O ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്, സീ, എയർ. ലാൻഡ്, സീ, എയർ. ശരി ഉത്തരം. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ O ടീം സ്വന്തമാക്കുന്നു 8 പോയിന്റ്സ്. ആൻഡ് ഞങ്ങളുടെ Y ടീം സ്വന്തമാക്കുന്നു 12 പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2ാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. ആൻഡ് ദ സെക്കൻഡ് റൗണ്ട് ഇസ് ഗെയിം റൗണ്ട്. ഈ ഗെയിം റൗണ്ടിൽ അറിയാലോ, നമുക്ക് പോയിന്റ്സ് ഒക്കെ മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ അവസരമാണ്. കാരണം ഗെയിം റൗണ്ട് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 പോയിൻ്റാണ്. അപ്പോൾ 8ൽ നിന്ന് 13ലേക്ക് എത്താനായിട്ടുള്ള നമുക്ക് പറ്റുന്നൊരു റൗണ്ട് കൂടിയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്കോർ നില ഉയർത്താൻ പറ്റുന്ന ഒരു റൗണ്ട് കൂടിയാണ്. ഗെയിം ഇസ് കോൾഡ് ഹൂപ്പ് റിംഗ് ബാലൻസ്. ഓക്കെ, വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് തോന്നും, ബട്ട് വെരി പവർഫുൾ. ഓക്കെ, ദേ എടുക്കുന്നു ഒരു ബോൾ ഇവിടെ വയ്ക്കുക. ഇത് സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബോൾ വച്ചിട്ട് ഇത് ബാലൻസ് ചെയ്ത് കറക്കി ബോൾ പോകുന്ന പൊക്കോട്ടെ. കറക്കി സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് വരെ എത്തിയിട്ട് ആ ബോൾ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ ഡ്രോപ്പ് ചെയ്യാം. അത്രയേ ഉള്ളൂ. നിശ്ചിത സമയത്തിനുള്ളിൽ ഏത് ടീമാണോ ഏറ്റവും കൂടുതൽ ബോൾസ് ഡ്രോപ്പ് ചെയ്യുന്നത് ആ ടീമായിരിക്കും വിജയിക്കുന്നത്. പോയ ബോൾസ് പൊക്കോട്ടെ, നമുക്ക് എടുക്കുക വേണ്ട. ഓക്കെ, ഒരു സർക്കിള് ബോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ബാലൻസിൻ്റെ ഒരു ഗെയിമാണ്. ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് മനസ്സ് വ്യതിചലിക്കാതെ ചഞ്ചലപ്പെടാതെ ഇത് ചെയ്തോണം. ഓക്കെ, റെഡിയാണ്? അപ്പോൾ ആരാണ് ചെയ്യാൻ വരുന്നത്? വൈറ്റ് ടീമിൽ നിന്നും അനന്തുവാണ് വരുന്നത്. ഡെഡ് ബോഡീസിന് വരെ അനാറ്റമിയിലൂടെ ഹൃദയസ്ഥമാക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സ് ഒരു രീതിയിലും മൂവ് ചെയ്യാതെ ഇത് ചെയ്യണം. റെഡിയാണോ? അപ്പോൾ റിങ് എടുത്തോ, ബോൾ ചേച്ചി എടുത്തു തരാം. ഓക്കെ, റെഡി? അവിടെ തന്നെ സ്ഥാനം ഉറപ്പിച്ചോ, അനങ്ങരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം തുടങ്ങാൻ പോവാണ്. ബോൾ ഞാൻ കൊടുക്കുന്നതോടുകൂടി സമയം തുടങ്ങുന്നു. ഇവിടെ വെക്കട്ടെ, ബോൾ വെച്ചു. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പതിയെ മതി, പതിയെ. യെസ്, വെരി ഗുഡ്. കർവ് നോക്കി ബോൾ ബാലൻസ് ചെയ്യുക. പയ്യെ ചെയ്തു നോക്കെ, പയ്യെ ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. പയ്യെ മതി. പതിയെ മതി, വെരി സ്ലോലി. പതിയെ മതി, അടുത്തെത്താറായി. സോ പതിയെ മതി. വെരി ഗുഡ്. പതിയെ 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 മതി. യെസ് യെസ് യെസ്. ബോൾ കൊണ്ട് അവിടെ ഇടാം. ദ നെക്സ്റ്റ് ബോൾ. ആദ്യത്തെ ബോൾ അവൻ മിടുക്കനായിട്ട് തന്നെ ഒരു ഇതുപോലും ചെയ്യാതെ നീ അതുപോലെ ചെയ്തേ.
എത്താറായി എത്താറായി എത്താറായി. അടുത്ത ബോളാണ്. യെസ്. അയ്യോ പോയി 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 പോയി. പതിയെ ചെയ്തേ പതിയെ ചെയ്തേ. ഒന്നുകൂടി തുടക്കം തൊട്ട് വരണം. പതിയെ ചെയ്തേ. പതിയെ. യെസ്, വെരി ഗുഡ്. മൂന്നാമത്തെ ബോളായി. Seconds. 5. Yeah. സമയം അവസാനിച്ചിരിക്കുകയാണ്. 4 ബോൾസ് ആണ് കുഞ്ഞ് ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്തിരിക്കുക. പക്ഷെ നന്നായിട്ട് പ്ലേ ചെയ്തു കേട്ടോ. വെൽ ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് അവൻ ആ ടെക്നിക്ക് നാക്ക് ഉപയോഗിച്ച് തന്നെ പ്ലേ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. അടിപൊളി. താങ്ക് യു ആനന്ദ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചേച്ചിയാണ് വരാൻ പോകുന്നത്. അപ്പം ദേ സെൻറ്ററിൽ നിൽക്കാം. ചേച്ചി, ഇതൊരു ജസ്റ്റ് ഒരു നാക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു ബാലൻസേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ബോള് ഞാൻ ദേ ഇവിടെ പിടിക്കാൻ പോവാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടിപൊളി. വെരി നൈസ്, വെരി നൈസ്. Good, good, good. അതിൽ തന്നെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പ്ലേ ചെയ്യാണ്. സൂപ്പർ, ഞാൻ തന്നെ അങ്ങ് എടുത്തിട്ട് കൊടുക്കാം.
അടിപൊളി. അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ ചേച്ചിയെ സെറ്റ് ചെയ്യാം. സൂപ്പർ. പിന്നെ ഒട്ടും വൈകുന്നില്ല ഞങ്ങൾ. അടുത്ത രണ്ടാമത്തെ ബോളാണ് ചേച്ചി. ഇതേ ടെക്നിക്കിൽ കേട്ടോ. അടിപൊളിയായിരുന്നു. പിള്ളേരെ വെല്ലാനായിട്ടുള്ള പരിപാടി. യെസ്. പോയി. വേണ്ട, കുഴപ്പമില്ല. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തേക്കുക. ടെൻഷൻ മൊത്തം ഇങ്ങനെ നിൽക്കുക. പക്ഷെ നന്നായിട്ട് ചെയ്യുന്നു. നന്നായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കമോൺ 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 കമോൺ. അടുത്ത ബോൾ ഞാൻ തന്നേക്കാം. അടുത്ത ബോൾ തന്നേക്കാം. ഗുഡ് ബോൾ. ഒരു മിനിറ്റും കൂടെ ഉണ്ട് നമുക്ക്. 2 ബോൾ കൂടെ ഡ്രോപ്പ് ചെയ്താൽ സ്മൂത്തായിട്ട് ഇപ്പൊ ചേച്ചിക്ക് കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്ത് പോവാണ്. സെക്കൻഡ്സ് ഉണ്ട്. പതിയെ മതി. 15 more seconds to go. മൂന്നാമത്തെ ബോൾ. നാലാമത്തെ ബോൾ തുടങ്ങുകയാണ്. ടൈം അവസാനിച്ചിരിക്കുന്നു. സോ 4 ബോൾസ് നിശ്ചിത സമയത്തിനുള്ളിൽ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗെയിം റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു ടീം വൈ. അങ്ങനെ 12-ൽ നിന്ന് 5 പോയിന്റും കൂടിയായി 17 പോയിന്റ്സ് ആണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. വെരി ഗുഡ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, അസാധ്യമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ ഓ ടീം. ഭയങ്കര സന്തോഷം. സൂപ്പർ. 2 റൗണ്ട്സ് കഴിഞ്ഞു. മൂന്നാമത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് സ്വിച്ചിങ് ഓവർ. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. സ്വിച്ചിങ് ഓവറാണ്. പക്ഷെ അതിനു മുമ്പ് ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് പാട്ട് പാടുന്നത് ആരാണ്? ചേച്ചിയാണോ? ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്ലീസ്. 2 വരി നമ്മുടെ കുട്ടികൾക്കും ഓഡിയൻസിനൊക്കെ വേണ്ടി. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ
ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു. ഇരയും മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി, ഇരയും മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി, ഇരു സ്വപ്നവേദികളിൽ അലിഞ്ഞു ചേർന്നു. കരളിലെ കളിത്തട്ടിലറുപതു തിരിയിട്ട കഥകളി വിളക്കുകൾ ഒരുങ്ങി നിന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു. അടിപൊളി അടിപൊളി. ഈ പാട്ട് ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ അത് ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഇതൊരിക്കൽ കേട്ടിട്ടില്ല. കേട്ടിട്ടേ ഇല്ല. നീ കേട്ടിട്ടുണ്ടോ? അനന്തു കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. ഇതിൽ ആരാണ് അഭിനയിച്ചത്? ഇത് ഏത് സിനിമയാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോ ഐഡിയ. നോ ഐഡിയ. ഇതിൽ ആരാ നായകനെന്നൊന്നും ഐഡിയ ഉണ്ടോ? ഇല്ല, കേട്ടിട്ടേ ഇല്ല. ഈ പറഞ്ഞ പോലെ മലയാളത്തിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഗാനം ഇന്നത്തെ കുഞ്ഞുങ്ങൾ അത് കേട്ടിട്ടില്ല. ഇതിലെ നായകനെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ചേച്ചി, ആരാന്ന്? പ്രേം നസീർ. നസീർ സാറാണ്. അന്നത്തെ തലമുറയുടെ നിങ്ങളുടെയൊക്കെ ഒരു സ്വപ്ന നായകൻ ആരായിരുന്നു? നസീർ തന്നെ. നസീർ സാർ. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, പ്രേം നസീർ തന്നെയാണ്. നസീർ സാർ കഴിഞ്ഞ ഒരു പിടി ഇല്ല. നസീർ സാറിനെ കണ്ടിട്ടുണ്ടോ? പ്രേം നസീർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഒരു പ്രേം നസീർ ഉണ്ടോ, കറങ്ങുന്നുണ്ടോ നോക്കിയേ. അതാണ്. അപ്പൊ അറിയാം, എവിടെയൊക്കെ അറിയാം. മോള് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കണ്ടിട്ടില്ലേ? പിന്നെ എങ്ങനെ തോന്നി നിനക്ക് അത് തന്നെയാണ് നസീർ സാർ എന്ന് എന്തുകൊണ്ട് തോന്നി? അമ്മമ്മയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓക്കെ. നിനക്ക് ആരാണ് ഇക്കാലത്ത് അത്യാവശ്യം കാണാൻ തെറ്റില്ല എന്ന് തോന്നുന്ന ഒരു നായിക ആരാണ് മോൻ്റെ മനസ്സിൽ? കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതുവരെ വന്ന കുട്ടികളിൽ ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു പയ്യനായിട്ടാണ് എനിക്ക് തോന്നി അനന്തുവിനെ. അപ്പോൾ കാണാൻ തെറ്റില്ല ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ഒരു നായികയുടെ പേര്? എനിക്ക് അങ്ങനെ തോന്നിയത് മഞ്ജു വാര്യർ. മഞ്ജു ചേച്ചി ഓക്കെ, ഞങ്ങളുടെ കാലമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ചേച്ചി ഇപ്പോഴും വളരെയധികം സജീവമായിട്ടാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ ഈ ഒരു ജനറേഷനിൽ ഇപ്പം കണ്ടുവരുന്ന പുതുമുഖ നായികമാരിൽ മോന് കാണാൻ കൊള്ളാം, തെറ്റില്ല എന്ന് തോന്നിയൊരു നായിക? സിനിമ അങ്ങനെ ആരുമില്ല, എല്ലാവരും മീഡിയം റേഞ്ചേ ഉള്ളൂ, ആരും അങ്ങോട്ട് പോരാ. നായകന്മാരിലോ? നായകന്മാരിലും അങ്ങനെ തന്നെ മീഡിയം റേഞ്ചേ ഉള്ളൂ, എല്ലാവരും അങ്ങോട്ട് പറ്റുന്നില്ല അവരെ കൊണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട നായകൻ ആരാ അപ്പോ? ഏത് ആക്ടർ? ആക്ടർ എനിക്ക് ദുൽഖർ സൽമാൻ. ദുൽഖർ എങ്ങനെയുണ്ട് കാണാൻ? പൊക്കമുണ്ട് ദുൽഖറിന്. കാണാൻ ലുക്കും ഉണ്ട് ദുൽഖറിന്, കുഴപ്പമില്ല. അതുകൊണ്ടത്. മോൾക്കോ നായകൻ ആരാണ് ഇഷ്ടം ഇന്നത്തെ കാലത്തെ? ഇന്നത്തെ കാലത്ത് എങ്ങനെ എനിക്ക് ആരെയും ഇഷ്ടമല്ല. ഇന്നത്തെ കാലത്ത് ആരും ഇല്ലേ? എനിക്ക് മമ്മൂക്കേനെയാണ്. ഇപ്പുറത്തോ? ദുൽഖർ സൽമാനെ തന്നെയാണ് ഇഷ്ടം. ഓക്കെ. ഇനി മോനിലേക്ക് വരുമ്പോൾ ഇപ്പൊ കുറെ നേരമായിട്ട് നീ എന്നെ കാണുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ? നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടേ ഇല്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരാൻ പറഞ്ഞാൽ എന്നാ തരും? എൻ്റെ ഇപ്പൊ ഇത്രയും ഒരു മണിക്കൂറുകളായിട്ട് നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ മൊത്തമുള്ള ഇവിടുത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എന്ത് തോന്നല്ല, എന്തൊരു ഉപദേശം എനിക്ക് തരും? അതായത് കുറച്ചുകൂടെ ഞാൻ നന്നാവാൻ വേണ്ടി എന്തായിരിക്കും എന്നോട് പറയുക? ഞാൻ എന്ത് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ മെച്ചപ്പെടാം? അതായത് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ, തെറ്റിപ്പോവാതെ ഓരോന്നും പറയണം. കണ്ടോ പിള്ളേർ, കണ്ടോ ലൈവ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയുണ്ട്? എൻ്റെ ജോലി കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? നല്ല ജോലിയാണ്. കുറ്റം പറയാനൊന്നും പറ്റില്ല. നല്ല ജോലിയാണ്. കുറ്റം പറയാനില്ല, കുഴപ്പമില്ലാത്തൊരു ജോലിയാകുന്നു. മെനക്കേടുള്ളതായിട്ട് തോന്നിയോ ഞാൻ ഇങ്ങനെ നിന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്? ഇല്ല. മേക്കപ്പ് ചെയ്യുന്ന പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അമിതമായി ഐലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്ന പെൺകുട്ടികളോട്? അത് ഉപയോഗിക്കാതിരിക്കണേണ് കുറച്ചുകൂടെ നല്ലത്. എല്ലാ പയ്യന്മാർക്കും നാച്ചുറൽ ബ്യൂട്ടീസിനെയാണല്ലോ ഇഷ്ടം. ഈ രണ്ട് പെൺപിള്ളേർ ഒന്ന് നോക്കിയേ, മേക്കപ്പ് കൂടുതൽ ആർക്കാന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. രണ്ട് പെൺപിള്ളേരിൽ ഇച്ചിരി മേക്കപ്പ് ഓവറായിട്ട് തോന്നിയത് ഈ ചേച്ചിക്ക്. അവക്ക് ഇച്ചിരി മേക്കപ്പ് കൂടുതലാന്ന്. അവള് മേക്കപ്പേ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? വലുതായിട്ട് ഇട്ടിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുള്ളൂ. പൗഡറൊക്കെ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് മോൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്നും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. മോൻ സമ്മതിക്കോ ഇല്ലയോ? ഇല്ല. അതിനവന് ആലോചിക്കുക പോലും വേണ്ട, സമ്മതിക്കില്ല ഞാൻ. പക്ഷേ ഓവറായിട്ട് ഞാൻ പറയില്ല, കാരണം അവർക്കും ഇല്ലേ ഓരോ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും.
നീ കുറച്ച് ലേറ്റായി പോയടാ ജനിക്കാൻ, ഒരു 20 വർഷം നീ ലേറ്റായി പോയി, ഇല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. ഇവനെ പോലെ ഒരു പയ്യനായിരുന്നു ഇങ്ങനെയൊക്കെ വന്ന് സംബന്ധിച്ച് ഞാൻ സത്യമായിട്ട് ഞാൻ അവൻ്റെ പുറകെ പോയേനെ. പക്ഷെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് നിന്റെ പ്രായത്തിൽ ഒരു കൊച്ചു ആവാൻ സമയമായി. പോയി. നല്ല കാര്യമൊന്നോ ഇവിടെ ഒന്നൊരാള് നല്ല കാര്യമൊന്ന്, അതെന്താ വെച്ചാൽ അങ്ങനെ ഒരു ടോക്ക്, അങ്ങനെ ഒരു ടോക്ക് അത് ഇഷ്ടമായില്ല. ഒരുങ്ങിയല്ലേ നടക്കണത്, പിന്നെ അപ്പൊ പിള്ളേരൊക്കെ വേണ്ടേ ഇനി? അതൊക്കെ വേണോ? അതല്ല, അവൻ രക്ഷപ്പെട്ടു. ചേച്ചി പറഞ്ഞ ചേച്ചി ഒന്ന് മൈക്കി പറഞ്ഞേ. ചേച്ചി പറഞ്ഞ മോള് നല്ല ഒരുങ്ങിയല്ലേ? രാമഭായി പറഞ്ഞതിന്റെ അന്തരാർത്ഥം എന്ന് വെച്ചാൽ ആ കൊച്ചു രക്ഷപ്പെട്ടു പോയി. അല്ല, സോറി, അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് ഇഷ്ടമായി. നമ്മൾ ആ പാടെ ഒരു ജീവിതമുണ്ട്, കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കണ്ണിന് നല്ലോണം നടക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ മായ്ച്ചാൽ മൊത്തം ഇഷ്ടം. നല്ലോണം. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. എന്നാലും അവൻ പറഞ്ഞ കാര്യം ഓവറായിട്ട് അവൻ പറയില്ല. കാരണം ഞങ്ങൾക്കുണ്ട് ആഗ്രഹങ്ങൾ. വെരി നൈസ് ഡിസിഷൻ. നിന്നിൽ ഞാനൊരു നല്ല ബോയ് ഫ്രണ്ടിനെയും അതിലുപരി നല്ലൊരു ഭർത്താവിനെയും ഞാൻ കാണുന്നു. അടുത്ത നമ്മുടെ റൗണ്ടിലേക്ക് കടക്കാണ്. സ്വിച്ചിങ് ഓവറിൽ വേറെ ഒന്നുമില്ല. O ടീമിൻ്റെ അടുത്ത് കുറച്ച് പുതിയ കാര്യങ്ങൾ ചോദിക്കും, Y ടീമിൻ്റെ അടുത്ത് കുറച്ച് പഴയ കാര്യങ്ങൾ ചോദിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ആക്ടർ ഹു വോൺ ദ നാഷണൽ അവാർഡ് ഫോർ ദ മൂവി നിർമാല്യം? പറയാൻ അവകാശമില്ല, ഞാൻ Y ടീമിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. നിർമാല്യം എന്ന സിനിമയിലൂടെ ദേശീയ അവാർഡ് നേടിയ നടന്റെ പേര്? പ്രേം നസീർ. പ്രേം നസീർ. അവർക്ക് ആകപ്പാട് അറിയുന്നത് പ്രേം നസീറാണ്. പ്രേം നസീർ തെറ്റുത്തരമാണ്. നിർമാല്യം എന്ന സിനിമ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. പിന്നെ എനിക്കൊന്ന് അക്കാലത്ത് അറിയുന്ന ഒരു നടന്റെ പേര് നമ്മളങ്ങ് കറക്കി കുത്തി. ചേച്ചി, നിർമാല്യത്തിലൂടെ PJ ആന്റണി ആണ്. അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? നിർമാല്യം കേട്ടിട്ടില്ല. ഓക്കെ, PJ ആന്റണി ആയിരുന്നു കറക്റ്റ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യമാണ്, ബജാജ് സ്കൂട്ടറിന്റെ ഐക്കോണിക് ടാഗ് ലൈൻ എന്തായിരുന്നു? ഹമാര ബജാജ്. ഹമാര ബജാജ് കറക്റ്റ് ഉത്തരം. ഓക്കെ, ബജാജ് സ്കൂട്ടർ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ ഇരിക്കും ബജാജ്? ബജാജിന്റെ ഓട്ടോ ഉണ്ട്, ബൈക്ക് ഉണ്ട്. അറിയാം അവനപ്പോ ബജാജ് അറിയാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യമാണ്, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറിയില്ല. അവൾ ആലോചിക്കുന്നേ ഇല്ല. അറിയില്ല. KR നാരായണൻ ആരായിരുന്നു എന്നല്ല ഐഡിയ ഉണ്ടോ? അറിയില്ല. നിനക്ക് എന്താ തോന്നുന്നു? KR നാരായണൻ പേര് കേട്ടിട്ട്? കേട്ടിട്ടുണ്ട്. എവിടെ? നിനക്ക് എന്ത് തോന്നുന്നു? പേര് കേട്ടിട്ട് ആരാണെന്ന് തോന്നുന്നു? ലക്ഷണശാസ്ത്ര പ്രകാരം ഒരു അധ്യാപകൻ. അതിലൊരു ശരി ഉത്തരമുണ്ട്. KR നാരായണൻ എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അറിയോ ചേച്ചി? കോട്ടയം പാലായിലാണ് KR നാരായണന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കോട്ടയം പാലായിലാണ്. ഓക്കെ, ഇനി ചേച്ചി ഒരു സോങ് പ്ലേ ചെയ്ത് തരും. അത് പാടിയ ഗായകൻ ആരാന്ന് എന്നോട് പറയണം. നിന്റെ ഫേവറേറ്റ് ഗായകൻ ആരാന്ന് പറഞ്ഞു. മോൻ ഏത് സിംഗറെയാണ് ഏറ്റവും ഇഷ്ടം? വിനീത് ശ്രീനിവാസൻ. ഇവിടെയോ? വിധു പ്രതാപ്. അങ്ങനെ ആരെ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. അത് പാടിയത് ആരാന്ന് പറയണം. പാട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, 3, 2, 1. കുന്നിമണി കൂടുകെട്ടി കന്നിവയിൽ പന്തലിട്ട് പുലരാറായോ പൊൻധനുമാസം. വൃശ്ചികരാവിൻ പച്ചിലക്കൂട്ടിൽ അന്തിയുറങ്ങാൻ വാ. നീ വരുമല ചന്ദന കുറിച്ചില്ലു നിലാവാ. ഗായകൻ ആരാണ്? MG ശ്രീകുമാർ. കറക്റ്റ് ആൻസർ. എന്റെ അമ്മ, എങ്ങനെയാടാ MG ശ്രീകുമാർ ശ്രീയേട്ടനാന്ന് മനസ്സിലായേ? ശബ്ദം കേട്ടാലേ അറിഞ്ഞു. വേറെ ഏതെങ്കിലും ശ്രീയേട്ടന്റെ ഒരു പാട്ട് പറയാവോ? പൊന്നു പമ്പയിൽ അങ്ങനെ തുടങ്ങണ അയ്യപ്പ ഗാനമാണെന്ന് തോന്നുന്നു. ഓ, അടിപൊളി. ശ്രീയേട്ടൻ ഈ കുട്ടികളുടെ പാട്ട് പരിപാടികളിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഫേവററ്റ് ആണ് അല്ലേ ശ്രീയേട്ടൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, നീ വല്ല പാട്ട് പാടുന്ന ആളാണോ? അല്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ കലാപരമായി ഡാൻസ് പാട്ട് പാടുന്ന പെൺകുട്ടി ആവണം എന്ന് ആഗ്രഹമുണ്ടോ? ഭാര്യ മക്കൾ വേണ്ടാന്ന് പറഞ്ഞു, കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ വേണമെന്നുണ്ടോ? അതൊന്നും ഇല്ലാത്തൊരു നീറ്റ് കുട്ടീനെയാണോ ആഗ്രഹം? കലയും ആവാം. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹമുണ്ട്? ഇവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇവൻ പറഞ്ഞു കഴിഞ്ഞു. പിള്ളേർ വേണ്ട, ജപ്പാനിൽ സെറ്റിൽ ആവണം. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു ആളെപ്പറ്റി അങ്ങനെ എന്തെങ്കിലും തിങ്കിങ് ഉണ്ടോ? കാരണം കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ്, എന്നാലും ചോദിക്കുന്നവർക്ക് ഇപ്പോൾ ഈ ജനറേഷനിലെ പിള്ളേർക്കെല്ലാം കൃത്യമായി എന്ത് വേണം എന്നറിയാം. നിങ്ങൾക്ക് അങ്ങനെ എന്തായാലും മോളുടെ ആഗ്രഹം എന്താണ് വരാൻ പോകുന്ന പയ്യനെ പറ്റി? എനിക്ക് അങ്ങനെ ആരെയും അത്ര താല്പര്യമില്ല. ആരെയും താല്പര്യമില്ല? എനിക്കൊന്നു ജോലി കിട്ടി ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൈഫ്.
മോളെ കല്യാണം കഴിക്കുന്ന പോലെ ഒരു അഡ്വഞ്ചർ വേറെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട. അതാണ് ഏറ്റവും വലിയ അഡ്വഞ്ചർ. അത് നമ്മൾ വേറെ പ്രതീക്ഷിക്കേ വേണ്ട. വണ്ടർലായി പോയ പോലെ ഇത്രയും കിട്ടൂല. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഓരോ കൺട്രീസ് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ ഒരു ലൈഫ് സെറ്റിൽ ചെയ്യാനും ഒക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഒരാളെ പറ്റി പോലും തിങ്ക് ചെയ്യുന്നുള്ളൂ. തിങ്ക് ചെയ്യുന്നില്ലേ? കല്യാണം വേണ്ട, കല്യാണം കഴിക്കണ്ട, വേണ്ട. ഒരാളുടെ കൂടെ നമുക്ക് അങ്ങനെ കല്യാണമായിട്ട് കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അതെന്താടാ ഇത്ര വിരോധം ആണുങ്ങളോട്? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല? ഇഷ്ടമാണ്. എനിക്ക് ഫ്രണ്ട്സിനെല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ അല്ലാത്ത ഇഷ്ടമല്ല. ഇവനെ പറ്റി എന്താ അഭിപ്രായം? ഇവനെ പറ്റി എനിക്ക് അത്ര അഭിപ്രായമില്ല. ഇന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. സ്കൂളിലുണ്ടെങ്കിലും ഇവൻ അങ്ങനെ ആർക്കും അറിഞ്ഞൂടാ. ഇവനാർക്കും അറിയില്ല. ഓ, ഇവൻ ഭയങ്കര മിസ്റ്റീരിയസ് ആണല്ലോ നീ. അപ്പൊ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇളയ ആളാണ്, എന്നാലും ചോദിക്കുന്നു. ഇവിടെ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞു, ഫ്രണ്ട്സ് ആവാൻ ഓക്കെ, അല്ലാത്ത ഒരു രീതിക്ക് നമ്മളില്ല എന്ന് പറയുന്നു. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് താല്പര്യമില്ല. കല്യാണം താല്പര്യമില്ലേ? അതെന്ത്? ഈ പയ്യന്മാർക്കെല്ലാം അവര് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുക. ജോലിയുള്ള പെൺകുട്ടി ജപ്പാനിൽ പോകുന്നു, പിള്ളേർ വേണ്ട, അടിച്ചു പൊളിക്കുന്നു. പെണ്ണൊന്നും കൂടെ പിടിച്ചാൽ നമ്മളൊരു 4 പിള്ളേർ വരെ ഓക്കെ. ഇവിടെ കല്യാണമേ വേണ്ട. എന്താണ് കല്യാണം വേണ്ട? അത് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചു പൊളിക്കാനാണ് എനിക്കിഷ്ടം. അത് കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ അടിച്ച് പുറത്താക്കും. പെൺപിള്ളേരെ ആണെങ്കിൽ ഒരു 23, 24 വരെയൊക്കെ എൻ്റർടൈൻ ചെയ്യും. അത് കഴിയുമ്പോൾ അവർ എന്നെ അടിച്ച് നമ്മളെ പുറത്താക്കും. അതാണ്. എന്നാൽ അവർ അടിച്ചങ്ങനെ പുറത്താക്കുന്ന സമയം കല്യാണം കഴിക്കാൻ ഓക്കെ ആണോ? അല്ല. അല്ല. ഇവിടെ എന്താണ് നിനക്ക് ഇത്ര വിരോധം? എനിക്കോട് ആണുങ്ങളെ പറ്റി മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു മോശം അഭിപ്രായം ഉണ്ട് കേട്ടോ. ആണുങ്ങൾ കേൾക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, അത്ര നല്ല അഭിപ്രായമല്ല നിങ്ങളെപ്പറ്റി ഉള്ളത് മൊത്തത്തിൽ. എനിക്കത് കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമുണ്ടെന്നൊക്കെ. നിനക്കപ്പോൾ താല്പര്യമില്ല, കല്യാണം താല്പര്യമില്ല. ചേച്ചിമാർക്ക് എന്താ കണ്ടോ, ഇന്നത്തെ ജനറേഷൻ കല്യാണമേ വേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ കെട്ടാതിരിക്കുമായിരുന്നോ? ഇല്ല, കെട്ടും. കെട്ടും, ഒരു സംശയമില്ല. കെട്ടും. കാരണം അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് മാത്രമല്ല, നമുക്കൊരു ജീവിതം വേണമെങ്കിൽ ഒരു പാർട്ട്ണർ വേണം. പാർട്ട്ണർ വേണമെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും വെരി ഗുഡ്. ഇനി ഒരു ചോദ്യം കൂടെ നിങ്ങൾക്കുള്ളൂ. ഏത് പ്രായത്തിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിച്ചത്? 16ാമത്തെ വയസ്സിൽ. 16ാമത്തെ വയസ്സിൽ. ശരി ഉത്തരം. സച്ചിൻ ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ 16 ഇയേഴ്സിലാണ് സച്ചിൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് എത്തുന്നത്. പറഞ്ഞു, കറക്റ്റ് ആൻസറാണ്. 5 ചോദ്യങ്ങളും കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓ ടീമിൻ്റെ അടുത്തുള്ള ചോദ്യങ്ങളാണ്, പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് പിടിക്കുക. എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നത് ഏത് യൂട്യൂബ് വീഡിയോ വിഭാഗത്തിൽ പെടുന്നു? ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ വ്ളോഗേഴ്സ്, അത് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയാണ്, രാവിലെ എണീക്കുന്നു, പല്ല് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതെല്ലാം അവർ കാണിക്കുന്നുണ്ട്. യൂട്യൂബിലാണ് നമ്മളിത് കാണുന്നത്. അതിനെ പറയുന്ന പേരെന്താണ്? അവർ ചെയ്യുന്ന അതിനെ പറയുന്ന പേര്? വ്ളോഗിങ്. ശരി ഉത്തരം. വ്ളോഗിങ്. ഇതെങ്ങനെ കറക്റ്റായിട്ട് അറിയാം? എനിക്കറിയാം. ചേച്ചി ചെയ്യുന്നുണ്ടോ? വ്ളോഗിങ് ഉണ്ടോ? ഞാൻ യൂട്യൂബൊക്കെ കാണാനില്ലേ? യൂട്യൂബൊക്കെ കാണുകയാണ്. ഇനി നമ്മളിവിടെ ഇതാ ഒരു നടിയുടെ ചിത്രം ഇടാൻ പോവാണ്. ഇതാരാണെന്ന് പറയണം, പേര് പറയണം. ഓക്കെ, നടിയുടെ ചിത്രം. 3, 2, 1. എവിടെയെങ്കിലും ഈ നടിയെ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പരസ്യത്തിൽ വരുന്ന 7up പരസ്യം. വെരി കറക്റ്റ്. അത്ര അറിയാഞ്ഞിട്ടാണോ പിന്നെ പേരറിയത്തില്ല? പുഷ്പ എന്ന സിനിമയിൽ അല്ലു അർജുന്റെ കൂടെയുണ്ട്. പുഷ്പ കണ്ടോ? പുഷ്പ കണ്ടില്ല. പുതിയതൊന്നും പുഷ്പയൊന്നും കാണുന്നില്ല. ഇവിടെ രശ്മിക മന്ദാന. ഓക്കെ, അടുത്ത 3ാമത്തെ ചോദ്യം. ഏത് ഗെയിമിന്റെ വാചകമാണ് വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ ഇന്ത്യൻ ഗെയിമേഴ്സിന്റെ ഇടയിൽ ശ്രദ്ധേയമായത്? ഇൻഡോർ ഗെയിംസ് എന്തെങ്കിലും കളിക്കാറുണ്ടോ? വീഡിയോ മൊബൈൽ ഗെയിംസ് എന്തെങ്കിലും? ചേച്ചി കളിക്കത്തില്ല, വീഡിയോ ഗെയിംസ് ഒന്നും പരിപാടിയില്ല, മൊബൈലിലൊന്നും കളിക്കത്തില്ല. ഓക്കെ, വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ. ഓക്കെ, ഏതാണെന്ന് തോന്നുന്നു? പബ്ജി. പബ്ജി. ഇനി ഒരു സൗണ്ട് കേൾപ്പിക്കാൻ പോവാണ്. അത് ആരുടെ സൗണ്ടാണ് നമുക്ക് നോക്കി നോക്കാം. വോയിസ് പ്ലീസ്. 3, 2, 1. இது நான் அப்பயே சொல்லணும்னு நினச்சேன். உங்களை டிஸ்கரேஜ் பண்ணுறதுக்குன்னு ஒரு கூட்டம் கண்டிப்பாக இருக்குங்க. உன்னால் இது முடியாது, உன்னால் அது முடியாது, இது சரியில்லை, அது சரியில்லை, இது ஓடாது எல்லாம் சொல்லுவாங்க. பட் அதெல்லாம் எடுத்துக்காதீங்க. உங்களுக்குள்ள ஒருத்தன் இருப்பான், உங்களுக்குள்ள ஒருத்தி இருப்பா. அவன் என்ன சொல்கிறான், அவன் என்ன சொல்கிறா, அதை மட்டுமே கேளுங்க. വിജയ്. ഉറക്കെ ഒന്നുകൂടി. വിജയ്.
തളപതി വിജയ് കറക്റ്റ് ആൻസർ. ഓ ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്. ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡൽ ഏതാണ്? ഐഫോൺ ഈ വർഷം ഇറക്കിയ മോഡലാണ്. നമുക്ക് 16 സീരീസ് കറക്റ്റ് ആൻസർ. ഈ 3 റൗണ്ട്സും കഴിയുമ്പോൾ നമുക്ക് സ്കോർ നില നോക്കാം. 3 റൗണ്ട്സ് കഴിയുമ്പോൾ വൈറ്റ് ടീം നേടുന്നു 23 പോയിന്റ്സ്. വെരി ഗുഡ്. ആൻഡ് ഓ ടീം നേടിയിരിക്കുന്നു 14 പോയിന്റ്സ്. അപ്പോൾ ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വിന്നേഴ്സായി മാറിയിരിക്കുന്നു ദ ടീം വൈ. ഓക്കെ, അപ്പോൾ ഇനി റണ്ണേഴ്സപ്പിനും വിന്നേഴ്സിനുള്ള പ്രൈസസ് ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ഇൻവൈറ്റ് ചെയ്യാം ടീം ഓ. അപ്പോൾ ഇവർക്ക് റണ്ണേഴ്സപ്പിന് ലഭിക്കുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഒപ്പം തന്നെ കേരള ഹൗസ് റെസ്റ്റോറൻറ്റ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും. ഇവർക്ക് ക്യാഷ് പ്രൈസസ് ഉണ്ട്, കൂടാതെ മെമെന്റോസും ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വിന്നേഴ്സിനെയാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടീം വൈ ആണ്. വൈ അനന്തവും ടീമിനുമാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഞങ്ങളുടെ കേരള ഹൗസ് റെസ്റ്റോറൻറ്റ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഒപ്പം തന്നെ ഹണി ഡ്യൂ സലൂൺ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ക്യാഷ് പ്രൈസ് ഉണ്ട്, കഴിഞ്ഞിട്ടില്ല, മെമെന്റോസും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ വൈറ്റ് ടീമാണ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നത്. അടുത്ത മത്സരത്തിൽ ഞങ്ങളുടേത് ഓൾഡ് ടീമാണോ അതോ യങ് ടീമാണോ പ്രൈസ് അടിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് ദ എൻ്റെ ടീം ഓഫ് RG Media 360 presenting YXO winding up. Gift sponsored by Chichi, Honey Dew Ultra,